നമ്മൾ എസ്തർ എന്ന ഒരു കൊച്ചു മിടുക്കിയാണ് കാണാൻ വേണ്ടി പോകുന്നത്. തൻ്റെ പരിമിതികളെയൊക്കെ മാറ്റിവെച്ച് +2 ഉയർന്ന വിദ്യാഭ്യാസ വിജയം നേടിയ മിടുക്കി. എസ്തർ ഇപ്പോൾ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയുടെ അംബാസിഡറാണ്. അപ്പോൾ ആ കഥകൾ നമുക്ക് കണ്ടാലോ? എസ്തറിൻ്റെ ഇടുക്കിയിലേക്ക് നമുക്ക് പോകാം. ഹായ്. ഇവിടെ കട്ടപ്പനയിൽ ഒരു മിടുക്കി കുട്ടിയുണ്ട്. +2 ഫുൾ A+ ഒക്കെ വാങ്ങിച്ച് കട്ടപ്പനയിലെ എഡ്യൂക്കേഷൻ അംബാസിഡർ ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. ആളുടെ വീടാണോ? ആള് തന്നെയാണോ അത്? അപ്പൊ ആ മിടുക്കിയൊക്കെ ഒന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ വന്നതാ. അങ്ങനെ ഹാപ്പിയാണോ? ഓക്കെ, ഒരു സന്തോഷം. ഓക്കെ. ചേട്ടന് പഠിക്കുന്ന സമയത്തേ എനിക്ക് റിസൾട്ട് വന്നപ്പോ എനിക്ക് ഫുൾ A+ ഒന്നും ഇല്ലായിരുന്നു, ഒരെണ്ണം കണ്ടേ ഉള്ളായിരുന്നു. അപ്പോൾ 6 A+ ഒക്കെ വാങ്ങിച്ചിട്ട് ഇരിക്കുക അല്ലേ? എന്തായിരുന്നു +2 സബ്ജക്ട്, വിഷയം ഏതായിരുന്നു? കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിൽ വലിയ ആളാവാനുള്ള ശ്രമമാണോ? ആഗ്രഹം അതാണോ? ഈ 6 A+ ഒക്കെ കിട്ടിയപ്പോ വീട്ടിൽ എന്താ പറഞ്ഞ, പപ്പ എന്താ പറഞ്ഞ ആദ്യം? അവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു. എന്റെ പഠിത്ത രീതി കണ്ടിട്ട് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. മാത്സിന്റെ കുറച്ച് എക്സാം മാത്രം കുറച്ച് പാടുള്ളായിരുന്നു. അതിന് മാത്രം കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉള്ളായിരുന്നു. കിട്ടി കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ആണോ? പപ്പ എന്താ വാങ്ങിച്ചു? +2 6 A+ വാങ്ങിച്ചു? ഒന്നും പറഞ്ഞില്ലായിരുന്നോ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലത്തെ സാഹചര്യം കുറച്ച് അങ്ങനെയാ. അപ്പൊ പക്ഷെ കേക്കൊക്കെ മേടിച്ച് എല്ലാവർക്കും ലഡു, അതാ ഞാൻ ചോദിച്ചത്. കേക്കൊക്കെ വാങ്ങിച്ച് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് അതൊക്കെ ചെയ്തു. എല്ലാം സന്തോഷം, എല്ലാരും ഹാപ്പി ആയിട്ട് പറഞ്ഞു. വീട്ടില് ചേച്ചിമാരൊക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? വീട്ടിൽ അപ്പ അമ്മ, പിന്നെ 2 ചേച്ചിമാരുണ്ട്, പിന്നെ ഒരു അനിയൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. ഇങ്ങനെ ഈ +2 ഫുൾ A+ വേണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴാണ് ഉണ്ടായത്? 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി +1ലും +2ലും ആദ്യം മുതലേ പഠിക്കുവാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് നല്ല മാർക്ക് കിട്ടും. അങ്ങനെ അന്നേരം മുതലേ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പഠിച്ചതാ. അപ്പൊ +1 കിട്ടിക്കഴിഞ്ഞപ്പം +2ൽ എന്താണേലും കിട്ടും എന്നുള്ള ഒരു വിശ്വാസമായില്ലേ? +2ൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു? +2ലും +1ലും എനിക്ക് മലയാളമാണ് എനിക്ക് നല്ലപോലെ എഴുതാൻ പറ്റുന്നത്. 2 വർഷം ഫുള്ള് മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വിഷയം കെമിസ്ട്രിയാ. പക്ഷെ കെമിസ്ട്രി ഞാൻ എന്റെ ഒരു ഇതുകൊണ്ട് 1-2 മാർക്കൊക്കെ അങ്ങനെ നമ്മളായിട്ട് തന്നെ കളയും. അതില് ഫുൾ മാർക്ക് കിട്ടും, പക്ഷെ നമ്മളായിട്ട് കളയും. പക്ഷെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി ആണല്ലേ? മലയാളം ഇഷ്ടമാണ്, കെമിസ്ട്രി ഇഷ്ടമാണ്. എസ്റ്റർ ഈ പറഞ്ഞ പോലെ മിടുക്കി കുട്ടിയാണെന്ന് പറയായിരുന്നു, പഠിച്ച്. ഇതാരാ, പരിചയപ്പെടുത്തി തരുമോ? ആരാ? ഇത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. അമ്മച്ചി എങ്ങനെ, നിങ്ങൾ എന്തിന്റെ കമ്പനി എങ്ങനെയാ അമ്മച്ചിയായിട്ട്? നല്ല കമ്പനിയാ. അമ്മച്ചിയോട് ഇപ്പൊ എനിക്ക് പരീക്ഷയുടെ സമയത്തൊക്കെ ആണെങ്കിലും പ്രാർത്ഥിക്കാനൊക്കെ പറയും. പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അമ്മച്ചിയാണ് പ്രാർത്ഥിക്കുന്നത്. ഫുള്ള് സപ്പോർട്ടാണ് അമ്മച്ചി അല്ലേ? ഇപ്പൊ അമ്മച്ചിക്ക് ഫുൾ A+ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ അമ്മച്ചി എന്തോ പറഞ്ഞേ? അമ്മച്ചിക്ക് നല്ല സന്തോഷമായി. ആണല്ലേ? എങ്ങനെയുണ്ട് ആള്? മോൾക്ക് ശകലം പൊക്കം കുറവുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അവള് വലിയ ആളാണ്. സംസാരം എല്ലാം പഠിത്തത്തിന് മിടുക്കി. വീട്ടിലെ എനിക്ക് ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കുഞ്ഞിന് ഇത്രയും വിലഹീനതയും പൊക്കമെല്ലാം മാതാപിതാക്കൾക്ക് തന്നെ വരുമല്ലോ ഭാവിയിലേക്ക്. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് അവരെ തങ്കക്കുടം പോലെ നോക്കി ഇന്ന് വരെ അവരൊത്തിരി അഭിനന്ദനം അറിയിക്കുന്നവരാ. എന്താ വെച്ചാൽ ടീച്ചറിന് സാരം നേരമുള്ള ആളല്ല, പള്ളി പോകും. സാറാണെങ്കിൽ ഇപ്പോൾ കുറച്ചല്ലേ ആയുള്ളൂ. ആ സമയത്ത് കൊച്ചിനെ പൊന്നുപോലെ നോക്കിയില്ലേ? അല്ല വേറെ വല്ലവരുവാണെങ്കിൽ ആരെങ്കിലും കേൾപ്പിക്കും അല്ലേ? ഞാനത് ചുമ്മാ ഇരുന്ന് ചിന്തിച്ചതാ. ഇത് ഫ്രണ്ട് കൂടാണല്ലേ? ഞങ്ങള് പ്രായങ്ങളൊക്കെ ഒത്തിരി അകലത്തിലാണേലും മനസ്സുകൊണ്ട് ഒത്തിരി ചെറുപ്പമാണ്. ഫുള്ള് സപ്പോർട്ടുള്ള ഒരു അമ്മച്ചിയാണ് അല്ലേ? അല്ലേ? എന്താ അമ്മച്ചിയെ കുറിച്ച് പറയാനുള്ളത്? അമ്മച്ചിനെ കുറിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഇപ്പൊ ചുമ്മാ ഇതിലെ കയറി വരുവാണെങ്കിൽ അമ്മച്ചിന്റെ അടുത്ത് കുറച്ച് സമയം പ്രാർത്ഥിക്കുന്ന കാര്യം, അല്ലാത്ത പൊതുകാര്യം എല്ലാം പറഞ്ഞു. പൊതുകാര്യങ്ങളൊക്കെ നിങ്ങളുണ്ട് സംസാരിക്കുന്നത്? പൊതുകാര്യങ്ങൾ എന്തൊക്കെയാ? അങ്ങനെയൊന്നുമില്ല, ഈ അയലൊക്കത്തെ കാര്യം അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യമല്ല സംസാരിക്കും. നന്മകള് മാത്രമേ പറയുള്ളൂ. വേറെ ആരും ഞങ്ങൾ വേറെ ആരും വിമർശിക്കാനൊന്നും പോകില്ല. കുറ്റം വേറെ ആരും ഇല്ലല്ലോ ഭൂമിയില് അല്ലേ? അങ്ങനെ ഒരുപാട് പേരുടെ എന്താ പറയാ, ഒരുപാട് പേർക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ് എസ്റ്റർ അല്ലേ? എനിക്ക് മോടെ അടുത്ത് വന്ന് താമസിക്കാനൊക്കെ പറ്റും. എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? അവൻ മുഖത്തോട്ട് നോക്കുമ്പോ ആ ചിരി കേട്ടാ മതിയല്ലോ.
വലിയ ആളായി ഇപ്പൊ. ഇടുക്കി ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു മോക്ക് കിട്ടിയ ഭാഗ്യം വേറെ എല്ലാം എന്തേലും പേർക്ക് A+ കിട്ടി നാട്ടില്. ആർക്കെങ്കിലും ഇത്രയും ഒരു അഭിനന്ദനം കിട്ടി. അതാണ് ലോകം മുഴുവൻ അറിയുന്ന കൊച്ചായി പോയില്ലേ. ആയിരക്കണക്കിന് കുട്ടികൾക്ക് A+ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ എത്ര പേരാണ് വരുന്നത്, ഇന്റർവ്യൂസ് എടുക്കുന്നത്, ഫോട്ടോസ് എടുക്കുന്നത്, പത്രത്തിൽ വരുന്നത്. അപ്പൊ കൊച്ചാണ് ഏറ്റവും വലിയ ആള്. അതെ അല്ലേ? അതെ അതെ. ഞങ്ങൾ ഇന്നലെ ഇതൊക്കെയാ സംസാരിച്ചത്. ഇന്നലെ ഞങ്ങൾ കുറെ നേരം 1 മണിക്കൂർ വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് ഭാഗ്യത, ഇനിയും മുന്നോട്ട് നല്ല എനിക്കൊരു കുറവില്ല എന്നുള്ള ചിന്ത ഈ തന്നെ മുന്നോട്ട് പോക്കണോ. അവിടെ ഞാൻ ഇച്ചിരി ആള് കുറവാന്നൊക്കെ തന്നെ നമ്മൾ ചെറുതായി പോകും. എനിക്കൊരു കുറവില്ല എന്നുള്ള ആ മനത്തൻ്റെ ഇടമാണ്. അല്ലേ? കട്ട സപ്പോർട്ട് ഫ്രണ്ടൊക്കെ കൂടെ ഉണ്ടല്ലോ. ഇവിടുന്ന് സ്കൂളിന് എത്ര ദൂരം ഉണ്ടായിരുന്നു? ഇവിടെ 5 മിനിറ്റ് പോലും വേണ്ട. വണ്ടിക്ക് പോവാണെ പെട്ടെന്ന് തന്നെ 1 മിനിറ്റ് 2 മിനിറ്റ് മതി. ആണോ? നമ്മുടെ പള്ളിയുടെ അവിടെ കാണുന്ന ആ സ്കൂള് തന്നെയായിരുന്നു. അപ്പൊ രാവിലെ ആര് കൊണ്ടുപോയിരുന്നു? പപ്പ കൊണ്ടുപോയിരുന്നോ? രാവിലെ ഇപ്പുറത്തെ ഒരു ടീച്ചർ ഉണ്ട്. അപ്പൊ ഒന്നെങ്കിൽ ഞാനും അമ്മയും ആ ടീച്ചറിന്റെ കൂടെ പോകും, അല്ല അപ്പ കൊണ്ടുപോയി. അമ്മ അതേ സ്കൂളിൽ തന്നെയാ? അമ്മ ഇവിടെ ഒരേ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അമ്മ പഠിപ്പിക്കുന്ന അതേ സ്കൂളിൽ തന്നെയായിരുന്നോ പഠിച്ചതൊക്കെ? പിന്നെ 10ാം ക്ലാസ് വരെ എന്നെ ഒരു അങ്കിള് ഇവിടെ ഓട്ടോയിൽ, ഞങ്ങളുടെ ഒരു കസിൻ അങ്കിളുടെ കൂടെ ഓട്ടോയ്ക്ക് രാവിലെ പോകും, വൈകുന്നേരം വരുമായിരുന്നു. അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ടീച്ചറുടെ മോളാന്നുള്ളൊരു പേരുണ്ടായിരുന്നോ? ടീച്ചറുടെ മോളാന്നുള്ളതല്ലേ? അത് ശരിക്കും ടീച്ചറുടെ മോളാന്ന് പറയുന്നത് പാടാണോ സ്കൂളിലൊക്കെ? അല്ല, എല്ലാരും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് സ്കൂളിലും ബിഹേവ് ചെയ്യുന്നത്. ടീച്ചറുടെ മോളെന്നുള്ള ഒരു പ്രത്യേക അതൊന്നുമില്ല. കുട്ടി എന്നുള്ളൊരു. ഓക്കെ. ഈ വീട്ടില് ഈ അമ്മ വന്നിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു? ഇല്ല, ഞാൻ തന്നെ പഠിക്കുമായിരുന്നു. അപ്പൊ ടീച്ചർ ഒന്നും പഠിപ്പിക്കുകയൊന്നുമില്ല? ഞാൻ തന്നെ എന്റെ പഠിത്തകാര്യമെല്ലാം ഞാൻ തന്നെയായിരുന്നു ചെയ്യുന്നത്. അപ്പൊ പഠിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം ഏതായിരുന്നു? പഠിക്കാൻ ഏറ്റവും ഈസി ഏതായിരുന്നു? എനിക്ക് എല്ലാ വിഷയവും പഠിച്ച് തുടങ്ങുമ്പോൾ കുറച്ച് പാടേ ഉള്ളൂ. പഠിച്ച് തുടങ്ങി കഴിയുമ്പോൾ എല്ലാം തന്നെ ഈസി ആയിരുന്നു. ഈ കമ്പ്യൂട്ടർ സയൻസിൽ പ്രോഗ്രാമിംഗ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയായിരുന്നോ? അതൊക്കെ ഈസി ആയിരുന്നു. പ്രോഗ്രാമിംഗ് ഭയങ്കര ഇഷ്ടം ചെയ്യാനൊക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഏതാ പ്രോഗ്രാമില്? ഞാനിപ്പോ കുറച്ചെല്ലാം തുടങ്ങി പഠിച്ചു വരുന്നതേ ഉള്ളൂ. HTML ഇഷ്ടമാ, C++ ഒക്കെ. ഏത് രാത്രി വിളിച്ചു ചോദിച്ചാലും കോഡൊക്കെ കാണാതെ പറയോ? പെട്ടെന്ന് ചാടി എടുത്തിട്ട് പറയുമായിരുന്നു. ടീച്ചർമാർക്കൊക്കെ ഫേവറേറ്റ് ആയിരുന്നോ? എല്ലാ ടീച്ചേഴ്സ്മാർക്കും ഫേവറേറ്റ് ആയിരുന്നു. ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് ആണ് ഇരിക്കുന്നത്. അപ്പൊ അവര് പെട്ടെന്ന് നോക്കുമ്പോ എല്ലാ കാര്യവും ഉത്തരം പെട്ടെന്ന് പറയുകയൊക്കെ ചെയ്യായിരുന്നു. ടീച്ചർമാരെന്താ പറഞ്ഞേ എസ്തറിനോട്? അല്ല, അവർക്കൊക്കെ നല്ല അഭിമാനമുണ്ട്. നല്ല മാർക്ക് കിട്ടി, സ്കൂളിന് നല്ല അഭിമാനമുണ്ട്. ആണോ? ഇത് റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ സ്കൂളിൽ നിന്ന് ടീച്ചർമാരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തോ? ഞാൻ അങ്ങോട്ട് വിളിച്ചു, എന്നിട്ട് ഞാൻ മാർക്കൊക്കെ പറഞ്ഞു. സന്തോഷമായി. എല്ലാരും എന്ത് പറഞ്ഞു? ഹാപ്പി ആണെന്ന് പറഞ്ഞു? എല്ലാവർക്കും നല്ല ഹാപ്പിയാ. നമ്മള് പലരും ഈ പറഞ്ഞ പോലെ പഠിക്കാനൊക്കെ മടി കാണിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ പാടാന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അതായത് നമ്മൾ ഓരോരുത്തരുടെയും ചൂസ് ആണ് പഠിക്കണോ വേണ്ടേന്നുള്ളത്. നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വലിയ വിജയം കിട്ടും. അപ്പൊ നമ്മൾ തന്നെയാണ് അത് തീരുമാനിക്കേണ്ടത്, പഠിക്കണോ വേണ്ടേന്ന്. പഠിക്കുവാണെങ്കിൽ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ലതുപോലെ പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്? ഇപ്പം ശരിക്കും നിങ്ങളിപ്പോ വന്ന് എന്നെ ഇന്റർവ്യൂ എടുക്കുന്നതും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി ന്യൂസിലും ഒക്കെ വന്നത് ഞാൻ പഠിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും എത്തിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ മനസ്സിലായില്ല ആർക്കും. ഇപ്പൊ ആണെങ്കിൽ പഠിത്തത്തിന്റെ ആ ഒരു ലേബൽ എനിക്ക് കിട്ടിയത് കൊണ്ട്, ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചത് കൊണ്ട് എല്ലാവരും അറിയുന്നു. അതിൽ നല്ല സന്തോഷം. അപ്പൊ നമ്മൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഉയരത്തിൽ എത്താൻ പറ്റും. ഓക്കെ. അതിപ്പോ എല്ലാവരോടും പറയുന്നത് നല്ലതുപോലെ പഠിക്കണം എന്ന് തന്നെയാണ്. നല്ലതുപോലെ പഠിക്കണം, ജീവിതത്തിൽ വലിയ ഉയരങ്ങളിൽ എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എസ്ന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വലിയ ആഗ്രഹമൊന്നുമില്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡിഗ്രി എടുക്കണം, പിന്നെ ഒരു സിവിൽ സർവീസ് നോക്കണം, അങ്ങനെയുള്ള ആഗ്രഹം, ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. ഓക്കെ. അതൊരു എന്നാലും എന്തായി തീരണം എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഇപ്പോഴേ ഉണ്ടോ? ഇപ്പൊ സിവിൽ സർവീസ് നമുക്ക് ചെയ്യണം അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനെങ്ങനെ പോണം, അതിന് എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഒന്നും പ്ലാൻ ഒന്നുമില്ല. ഇപ്പൊ എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി നല്ല രീതിക്ക് നല്ല മാർക്കോടെ പാസ്സായി
ഇരിക്കണം എന്ന്. അതിനുശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് അങ്ങനെയാണ് അപ്പൊ ഞാൻ നോക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ അതെ ആലോചിക്കാന്നുള്ളതാണ്. അതെ. ഈ കൂടെയുള്ളവരുടെ സപ്പോർട്ട് എങ്ങനെയാ? കൂട്ടുകാരൊക്കെ കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ടാ. പഠിക്കുന്ന സമയത്ത് നമ്മൾ അതെ. സ്കൂളിലൊക്കെ ഉള്ളവര് അവരെല്ലാം സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അവര് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവര് എന്നെ നല്ലപോലെ നോക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും കുഞ്ഞു ക്ലാസ് മുതലേ എന്നെ നല്ല രീതിക്ക് എല്ലാരും നല്ല കെയർ ആയിരുന്നു. പിന്നെ ക്ലാസ്സിൽ നമ്മൾ കൂട്ടുകാർ തമ്മിലുള്ള ആ വഴക്കൊക്കെ ഉണ്ട്. അത് തീരേണ്ട വഴക്കൊക്കെയാണ് നല്ല രീതിക്ക് തീരും. അങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഓക്കെ. എസ്റ്ററിന് ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ വന്ന് എസ്റ്ററിന് ഇന്റർവ്യൂ എടുക്കുന്നു, പത്രത്തിലൊക്കെ വരുന്നു, നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ? അപ്പോൾ എസ്റ്ററിന് ആരോടെങ്കിലും ഈ പറയുന്ന പോലെ കണ്ടോ ഞാനിപ്പം ഞാൻ വിചാരിച്ചതുപോലെയൊക്കെ എത്തി എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല. അപ്പൊ എനിക്ക് അങ്ങനെ പറയണമെന്ന് അങ്ങനെ ഒരു ഇതില്ല. കാരണം ഞാൻ ഒട്ടും വിചാരിക്കാത്ത ഒരു ഇതിലാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത്. അപ്പൊ സാധാരണ ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ചു, അതിന് മെറിറ്റ് ഡേ ഒക്കെ വന്ന് സമ്മാനം മേടിച്ചു. +1 അതേപോലെ. അപ്പൊ ഒന്നും ഈ ഒരു കാര്യം ഇങ്ങനെ വിചാരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പെട്ടെന്ന് എത്തുമെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എസ്റ്ററിന്റെ പ്ലാൻ ഇതിങ്ങനെയൊക്കെ തന്നെയായിരുന്നു, കമ്പ്യൂട്ടർ സയൻസ് പോകണം. അതെ, ഞാനാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മെഡിക്കൽ മേഖലയിലേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. കാരണം പഠിച്ചെത്താൻ പറ്റും, പക്ഷെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടാണല്ലോ. അപ്പൊ ഞാൻ 10ാം ക്ലാസ് കഴിയാറായ ആ ഒരു സമയത്ത് തന്നെ വീട്ടിലെല്ലാരുമായിട്ട് പ്ലാൻ ചെയ്ത് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതിന് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ അത് എടുക്കാനും ബുദ്ധിമുട്ടായില്ല. അപ്പൊ പിന്നെ കമ്പ്യൂട്ടർ ചെയ്യാൻ എനിക്ക് നല്ല എളുപ്പമാണ്. ആ ഒരു കാര്യം പ്രൊഫഷനിലേക്ക് കയറി വരാൻ പറ്റും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു കുറവുകളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിലെ സൊസൈറ്റികളും ഒക്കെ. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് വരേണ്ട ആളല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ എസ്റ്ററിന് എന്താ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കുറവുകളെക്കാളും കൂടുതൽ കഴിവുകളാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ ആ കഴിവുകളെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കഴിവുകളെ മാത്രം നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി കുറെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ കുറവുകളൊന്നും പിന്നെ ഒരു കുറവായിട്ട് മനസ്സിൽ തോന്നത്തേ ഇല്ല ആർക്കും. ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല, എനിക്ക് പൊക്കം കുറവ് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എല്ലാവരും എന്നെ നോക്കുന്ന ആ ഒരു രീതിക്കല്ല. ഞാൻ ഇപ്പൊ നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിച്ചു, നല്ല മാർക്ക് കിട്ടി. ഇപ്പൊ എല്ലാരും കാണുന്നത് എന്റെ കഴിവുകളെയാണ്. അപ്പൊ നമ്മൾ ആ കുറവുകളെ മാറ്റി നിർത്തി കഴിവുകളെ മാത്രം നോക്കിയാൽ മതി. എപ്പോഴും നമ്മളെ സന്തോഷം. ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ വിഷമം വന്നിട്ടില്ല? അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ചിന്ത ഒന്നും തോന്നിയിട്ടില്ല? ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോ ചെറുതായിട്ടൊക്കെ തോന്നും. പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെ അതിലോർത്ത് ഡിപ്രഷൻ അങ്ങനെ വന്നിട്ടേ ഇല്ല. എനിക്ക് അങ്ങനെ അതിനെ നമ്മള് വേറൊരു തലത്തിൽ കണ്ടിരിക്കുക അങ്ങനെ വന്നിട്ടേ ഇല്ല. എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളപ്പത്തേക്ക് നമ്മൾ ഓർക്കുമ്പോ നമുക്ക് കൂടുതൽ സന്തോഷത്തിന്റെ കാര്യങ്ങളായിരിക്കും. അപ്പൊ അത് ഓർക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ മറന്നു പോകും. നല്ലൊരു പപ്പയുണ്ട്, നല്ലൊരു മമ്മയുണ്ട് അല്ലേ, ചേച്ചിമാരുണ്ട്, കുഞ്ഞനിയനുണ്ട്. ഇപ്പൊ പഠിച്ച് +2 ഒക്കെ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയുടെ അംബാസിഡർ ആയിട്ട് മാറിയിരിക്കുന്ന സമയമല്ലേ, അത് എത്ര സന്തോഷമുള്ള ഒരു സമയത്തിൽ നിൽക്കുക അല്ലേ. ഇപ്പൊ ഈ പത്രത്തില് വാർത്തയൊക്കെ വന്നു, ഈ ടിവിയിൽ ന്യൂസൊക്കെ വന്നു കഴിയുമ്പോ ശരിക്കും എന്താ തോന്നുന്നേ? നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്ര എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റില് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതെ, പ്ലാൻ ചെയ്യല്ല, ഇപ്പൊ തന്നെ പ്രൗഡ് മൊമെന്റ് ആണ്. എല്ലാം ഇങ്ങനെ സംഭവിച്ച്. അപ്പോ ഈ പറഞ്ഞ പോലെ അന്ന് പറഞ്ഞില്ലേ, അന്ന് MLA-യും DO ഒക്കെ വന്നു എന്ന് പറഞ്ഞില്ലേ, അന്ന് അവര് വന്നിട്ട് എന്താ സംസാരിച്ചത് നമ്മളോട്? അവര് എന്നെ നല്ല പോലെ അനുമോദിച്ചു, എനിക്കൊരു ബൊക്കെ തന്നു, പിന്നെ പൊന്നാരയൊക്കെ അണിയിച്ചു. എന്താ അവര് പറഞ്ഞത്? അവർക്ക് നല്ല ഹാപ്പിയാണ്. കാരണം ഇടുക്കിയിലെ നല്ലൊരു വിജയം നേടാൻ എനിക്ക് സാധിച്ചതിൽ അവര് നല്ല ഹാപ്പിയാ. അവരാരും എന്നെ കണ്ടിട്ടുമില്ല, അങ്ങനെ അറിയത്തില്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഇത് വന്നപ്പോ എല്ലാരും നല്ല ഹാപ്പിയായി. ഓക്കെ. ഇത് ഫസ്റ്റ് നമ്മളിത് അറിയാണ്, +2 റിസൾട്ട് ഫുൾ A+ വന്നു. എങ്ങനെ നെറ്റില് ആരായിരുന്നു സെർച്ച് ചെയ്തതൊക്കെ? ഞാൻ തന്നെ 11ലും 10ലും ഒക്കെ ഞാൻ തന്നെ ആദ്യം റിസൾട്ട് നോക്കും മാറിയെന്ന്. അതിന്റെ നല്ല ആണെങ്കിൽ പോയി പറയാം, അങ്ങനെയുള്ള ഒരു രീതിയാ. പക്ഷെ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പം ചേച്ചി അനിയൻ ഇങ്ങനെ മാറി ഞങ്ങള് നോക്കാന്നുള്ള രീതി. പക്ഷെ ഞാൻ ആദ്യം പെട്ടെന്ന് ഇങ്ങനെ നോക്കി. ഞാൻ ആദ്യം തന്നെ മാർക്കിനേക്കാളും പെട്ടെന്ന് A+ ആണോ എന്ന് നോക്കിയിട്ടാണ് പിന്നെ മാർക്ക് എത്രയാന്ന് നോക്കുന്നത്. അപ്പം ഞാൻ നോക്കി. പിന്നെ എല്ലാരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് പ്രതീക്ഷ ഉള്ളത് കൊണ്ട് ഭയങ്കര ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മാത്സ് പരീക്ഷ ഞങ്ങൾക്ക് കുറച്ച് പാടായിരുന്നു. അതുകൊണ്ട് മാർക്ക് അതിനകത്ത് കുറയുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പരീക്ഷ കഴിയുമ്പോ വരുമ്പോഴേ
എല്ലാ വിഷയത്തിന്റെയും ഞാൻ എന്തോരം എഴുതി അതിന്റെ ഇങ്ങനെ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അന്നേരം മായ്ച്ച് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്തപ്പോ എനിക്ക് A+ലേക്ക് വരുന്നില്ലായിരുന്നു. അപ്പൊ ഒരു വിഷമം ഉണ്ടായിരുന്നു, കിട്ടുവോ ഒരു 70-80 ഒക്കെ കിട്ടാനായിരിക്കും ചാൻസ് എന്ന് വിചാരിച്ചു അല്ലേ? A+ എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല, പക്ഷേ A+ കിട്ടി. ഭയങ്കര അതിന്റെ ഭയങ്കര ഹാപ്പി. അത് ഇപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് പിടിച്ചാ മാർക്ക് നോക്കുന്നത്. അപ്പൊ ഈ +2 ഒക്കെ വരുമ്പോ ഡബിൾ വാല്യുവേഷൻ ഉള്ളതുകൊണ്ട് അതും ഒരു ടെൻഷൻ ആയിരുന്നു. പക്ഷെ എവിടെയൊക്കെ ടീച്ചർമാര് അത് നോക്കി ഇപ്പൊ ഞാൻ തെറ്റാന്ന് വിചാരിക്കുന്ന ആൻസറും ചിലപ്പോ ശരിയാ. നമ്മൾ അവിടെ ജഡ്ജ്മെന്റ് ചിലപ്പോൾ തെറ്റിയതായിരിക്കും അല്ലേ? ഈ എസ് പഠിക്കുന്നതിന് എന്തെങ്കിലും രീതി ഉണ്ടോ, ട്രിക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ യൂട്യൂബിൽ ചില സംശയം വരുമ്പോ ക്ലാസ് കൂടി ചിലപ്പോ ഈ എക്സാമിനർ എന്നൊക്കെ പറഞ്ഞ് ചില ചാനലുകാരുണ്ട്, സായിലോ. അപ്പൊ അവരൊക്കെ ചില വിഷയത്തിന് കോഡ് തരുന്നത്, ആ കോഡൊക്കെ ഞാൻ ഓർത്ത് വെക്കും എന്തെങ്കിലും പഠിക്കാനുള്ള. അല്ലാതെ ഞാൻ തന്നെ ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ചെറിയ കോഡ് പോലെ നോട്ട്സ് ചെറിയ ബുള്ളറ്റ് പോയിന്റുകളാക്കി അങ്ങനെ ഒരു പഠിത്തമുള്ള രീതിയാണ്. അങ്ങനെയുള്ള രീതിയാ. അല്ലാതെ വേറെ എന്തെങ്കിലും ട്രിക്സോ അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ കൂടുതലും എനിക്ക് മനസ്സിലായത് ഷോർട്ട് നോട്ട് പോലെ എഴുതി വെച്ചിട്ട് പിന്നെ അത് പെട്ടെന്ന് നോക്കുമ്പോ മനസ്സിലാവുന്ന രീതിക്ക് എഴുതി വെക്കും, ചെറുതാക്കി. അങ്ങനെയാണ് ചെയ്യാറ്. ഈ ഇടുക്കിക്കാരുടെ പ്രത്യേകത എന്താ? ഞങ്ങളുടെ പൊതുവെ എല്ലാരും പറയുന്നത് അത്ര പഠിപ്പൊന്നും ഇല്ലാത്ത ആൾക്കാരെന്നാ. പിന്നെ ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ്, എല്ലാ കൃഷി ചെയ്യാനും അല്ലാതെ എല്ലാ കാര്യത്തിനും നല്ലൊരു ക്ലൈമറ്റാ. ചൂടിനേക്കാളും കൂടുതൽ സ്ഥലത്ത് ഇങ്ങനെ തണുപ്പ് അങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ പോലെയാ. പിന്നെ എല്ലാരും പൊതുവെ പറയുന്നത് പഠിത്തം കുറച്ച് കുറവുള്ളതെന്നൊക്കെ. പക്ഷെ ഈ പ്രാവശ്യം +2 നോക്കുവാണെങ്കിലും എല്ലാ ജില്ലകളിലും വെച്ച് ഇടുക്കി ജില്ലയിലായിരുന്നു നല്ല ഉയർന്ന വിജയ ശതമാനം കൂടുതലുണ്ടായിരുന്നത്. അതിന് മുന്നിട്ടിറങ്ങിയത് എസ്ട്രൂടെ ആയിരുന്നു അല്ലേ? ഇത്തവണ 10A+ ഒക്കെ വാങ്ങിച്ച് ഇടുക്കിക്കാർക്ക് മുഴുവനും, ഇടുക്കിക്കാർക്കെന്നല്ല എല്ലാ മലയാളികൾക്കും ഭയങ്കര അഭിമാനമായിട്ടും ആളുകൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു വാർത്തയൊക്കെയായിരുന്നു എസ്റ്ററിന്റെ അല്ലേ? ശരിക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എസ്റ്റർ ചിന്തിക്കുന്ന കാര്യം എന്താ? വളരെ ഫ്രീ ആയിട്ട്, ആരുമില്ല, ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ ഇരിക്കുമ്പോ ഞാനാണെങ്കിൽ വലിയ അത്ര അങ്ങ് ചിന്തിക്കത്തൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങുക ചെയ്യണം. നല്ല സമാധാനം കിട്ടുന്ന ഒരു സമയം നല്ലപോലെ ഉറങ്ങുമ്പോ അതാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. പിന്നെ ഞാൻ ഫോണൊക്കെ നോക്കുക, അങ്ങനെയൊക്കെ ഇരിക്കത്തുള്ളൂ. അല്ലാതെ വലിയതായിട്ട് ഫോണിലൊക്കെ കളിക്കുന്നതിന് വീട്ടില് വഴക്കൊക്കെ പറയാം കുറെ നേരം. ഇല്ല, ഞാൻ അങ്ങനെ ഓവറായിട്ട് യൂസ് ചെയ്യത്തില്ല. ഞാൻ യൂസ് ചെയ്യും. ഇപ്പൊ പഠിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. ഒരു ടൈം മാനേജ്മെന്റ് വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 2 മണിക്കൂറൊക്കെ പഠിക്കുവാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഫോൺ എടുക്കും, ബാക്കി സമയം റെസ്റ്റ് എടുക്കും, അങ്ങനെയുള്ള രീതിക്കായിരുന്നു. അങ്ങനെ കൃത്യമായ ഒരു ടൈം ടേബിൾ ഉള്ള ആളാണോ ലൈഫില്? പണ്ട് മുതലേ ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ കുറച്ച് ടൈം ടേബിൾ. അതൊക്കെ എപ്പോഴാണ് ഈ ടൈം ടേബിൾ ഒക്കെ ഫോളോ ചെയ്ത് തുടങ്ങിയത്? ഞാൻ പഠിക്കുന്ന സമയത്ത് മാത്രമേ ടൈം ടേബിൾ ഫോളോ ചെയ്യാറുള്ളൂ. ഇപ്പൊ ഈ അവധിക്കാലത്ത് എനിക്ക് ഒരു ടൈം ടേബിളും ഇല്ല. ഞാൻ തോന്നിയ സമയത്ത് കിടക്കും, തോന്നിയ സമയത്ത് എണീക്കും. പിന്നെ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തില് ഞാൻ ഭയങ്കര ഒത്തിരി സമയം ഫോൺ യൂസ് ചെയ്യത്തില്ല. ഇപ്പൊ പിന്നെ എന്റെ വീഡിയോ ഇങ്ങനെ കാണുകയും അതിൽ കുറെ സമയം ഇങ്ങനെ എന്റർടൈൻമെന്റ് അതുകൊണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന യൂട്യൂബിലൊക്കെയാ, എന്തെങ്കിലും വീഡിയോയോ റീൽസും കണ്ടന്റ്സും ഒക്കെ ചെയ്യാറുണ്ടോ? പാട്ടൊക്കെ പാടിയിറാറുണ്ടോ യൂട്യൂബില്? നേരത്തെ ഞാൻ കോവിഡിന്റെ സമയത്ത് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, എനിക്കും എന്റെ അനിയനും. ഇങ്ങനെ മീൻ വളർത്തൽ അങ്ങനെ പിന്നെ അത് അങ്ങനെ അത്ര ആൾക്കാർ കാണാത്ത കഴിഞ്ഞ് പിന്നെ +1 10 അതൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അതങ്ങ് ഓട്ടോമാറ്റിക് നിന്നു. കൃഷിയൊക്കെ ഇഷ്ടമാണോ? കൃഷി ഇല്ല, ഞാൻ ഒന്നും ചെയ്യത്തില്ല. എനിക്ക് വീട്ടിൽ ഇരുന്നിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. പപ്പ കൃഷിയൊക്കെ ചെയ്യും. അപ്പയും പപ്പ എന്തായിരുന്നു, എന്ത് ചെയ്യായിരുന്നു? PWDയിലായിരുന്നു. അവിടെ വർക്ക് കഴിഞ്ഞ് ഇപ്പൊ 2 വർഷമായി റിട്ടയർ ആയിട്ട്. പിന്നെ അപ്പ ഇങ്ങനെ കൃഷി ചെയ്യുന്നു. ഇപ്പൊ എങ്ങോട്ടേലും പോകാനൊക്കെ ആണെങ്കിൽ എല്ലാം മുന്നിട്ടിരിക്കുന്ന അപ്പയാണ്. പിന്നെ അപ്പയും കൃഷി ഇല്ല ഭയങ്കര യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഏറ്റവും ഒരു ഇഷ്ടമുള്ള സ്ഥലത്ത് പോകണം എന്നുള്ളൊരു സ്ഥലം എവിടെയാ? എനിക്കാണെങ്കിൽ നേരത്തെ മറ്റേ നമ്മളുടെ ഈ വേൾഡ് കപ്പ് ഒക്കെ വരുന്ന സമയത്ത്, ഫുട്ബോളിൽ വരുമ്പോ സമയത്ത് ഞാൻ നേരത്തെ പറയായിരുന്നു എനിക്ക് പോർച്ചുഗലിൽ പോകണം, ഫ്രാൻസിൽ പോകണം എന്നൊക്കെ. അതൊക്കെ എനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട്. ഞങ്ങൾ അങ്ങനെ ഈ ട്രിപ്പ് അത്രയും നമ്മുടെ ഈ സ്ഥലത്തോടൊക്കെ ഉള്ള ട്രിപ്പുകൾ, അല്ലാതെ ഇന്റർനാഷണൽ പുറത്ത് അങ്ങനെയൊന്നും പോയിട്ടില്ല ഇതുവരെ. അപ്പൊ എന്റെ ഒരു ആഗ്രഹം, ഇപ്പൊ ഞാനൊരു ജോലി മേടിച്ചാല് ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് പോകാനൊക്കെ പറ്റുമെങ്കിൽ എല്ലാവരും കൂടെ നല്ലൊരു വേൾഡ്
ട്രിപ്പ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും. ഇഷ്ടമുള്ള രാജ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഫ്രാൻസ്, പോർച്ചുഗല്, ഉം. അങ്ങനെ പിന്നെ സ്വിറ്റ്സർലാൻഡ് അവിടൊക്കെ പോകാൻ നല്ല ഇഷ്ടം. അവിടെയൊക്കെ പോയി സെറ്റിൽ ആവുമോ ഇനി? ഇല്ല, സെറ്റിൽ ആവത്തില്ല. തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരും. ഇപ്പൊ 2 മാസം കറങ്ങാൻ പോവാണേലും കുഴപ്പമില്ല, പക്ഷെ തിരിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ. ഇടുക്കി തന്നെ വരണം. ഓക്കെ, അതെ. നമുക്ക് ഇടുക്കി കളക്ടർ ആവാനുള്ളത് അല്ലേ? അതെ. അങ്ങനെ എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ? അതെ. ഇവിടുത്തെ അമ്മച്ചിയുടെയും നാട്ടുകാരുടെയും ഫ്രണ്ട്സിന്റെ ഒക്കെ അല്ലേ? എല്ലാവരോടും സ്നേഹം മാത്രം. ആ. എന്താ എല്ലാവരോടും പറയാനുള്ളത്? എല്ലാരോടും എനിക്ക് നല്ല സന്തോഷം. വേറെ ഒന്നും എനിക്ക് അങ്ങനെ പറയാനില്ല. അറിയത്തില്ല അതെ, എന്താ പറയണ്ടേന്ന് അറിയത്തില്ല അതെ. അല്ലേ ഈ മൊമെന്റില്. അതെ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇനി ആ സപ്പോർട്ട് തുടരുക അല്ലേ? അതെ, അവരോടും തിരിച്ച സ്നേഹം മാത്രം. അതെ, സ്നേഹം മാത്രം. എന്തായാലും ഒരുപാട് സന്തോഷം വന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റിയതിലും ഒക്കെ. അപ്പൊ ഇനിയിപ്പോ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് വലിയ ഓളായി അവിടെ നമുക്ക് റാങ്ക് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഞാൻ വീണ്ടും വരും. ആ. വിളിച്ചു പറയാം എല്ലാ സെമ്മിലും ഫുൾ പാസ്സൊക്കെ ആയിട്ട്. വിളിച്ചു പറയാം. മറക്കരുത്. നമ്പർ ഉണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ തരാം. ഫുൾ സെമ്മ് പാസ് ആകുമ്പോൾ വിളിക്കണം. ആ. എന്നിട്ട് ഡിഗ്രിയും റാങ്ക് വാങ്ങിക്കുമ്പോൾ വിളിക്കണം. വിളിക്കാം. എന്നിട്ട് സിവിൽ സർവീസ് കിട്ടുമ്പോഴും വിളിക്കാം. വിളിക്കണം. ഉറപ്പാണേ? ഉറപ്പാ. വാക്കാണേ? വാക്കാ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാറാണ് പതിവ് അല്ലേ? അങ്ങനെ ഉള്ളവർക്കെല്ലാം അവരിങ്ങനെ ചോദിക്കും എന്താ ഞാൻ ചെയ്യാന്നുള്ളത്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഈ കഥയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുന്നേറാനുണ്ട്, മുന്നോട്ട് പോകാനുണ്ട്. അവർക്കെല്ലാം എസ്റ്റർ ഒരു മാതൃകയാണ്. ശരിക്ക് എസ്റ്റർ ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റോൾ മോഡൽ മാത്രമല്ല, അംബാസിഡർ മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് പേർക്ക് റോൾ മോഡലാണ്. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള വലിയ പ്രതീക്ഷയാണ്. ഇതുപോലൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.